friends, a very good morning to everyone. Once again, welcome back to my another video. Okay, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീച്ച് ആണ്. 8th, 9th, 10th ക്ലാസ്സുകളിൽ 8 അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച് റൈറ്റിംഗ്. ഹൗ ടു മേക്ക് എ സ്പീച്ച്, എങ്ങനെ നമുക്കൊരു സ്പീച്ച് തയ്യാറാക്കാം എന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്പീച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായാലും 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് ഒരു സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായാലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്പീച്ചിന്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യും. എങ്ങനെയാണ് നമുക്ക് ഒരു സ്പീച്ച് എഴുതുന്നത്, അതിന്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്പീച്ചിന്റെ ഫോമാറ്റിൽ ഫസ്റ്റ് വൺ സാലുട്ടേഷൻ ഉണ്ടാകണം. ദെൻ ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് വൺ സാലുട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, ദെൻ മെയിൻ ബോഡി, ദെൻ കൺക്ലൂഷൻ. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്പീച്ചിന്റെ ഫോമാറ്റായി. ഫസ്റ്റ് വൺ സാലുട്ടേഷൻ, ദെൻ ഇൻട്രൊഡക്ഷൻ, ദെൻ മെയിൻ ബോഡി, അതായത് മെയിൻ പോയിന്റ്സ്, ദെൻ ലാസ്റ്റ് വൺ കൺക്ലൂഷൻ. ഇത്രയും ആണ് സ്പീച്ചിന്റെ ഫോമാറ്റ്. ഓക്കെ, ഈ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റെപ്പ് പഠിച്ചു. സ്പീച്ചിന്റെ ഫോമാറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. 4 ഫോമാറ്റ് ആണ് സ്പീച്ചിനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ സാലുട്ടേഷൻ, ദെൻ നെക്സ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, മെയിൻ പോയിന്റ്സ് അഥവാ മെയിൻ ബോഡി, ദെൻ ലാസ്റ്റ് വൺ കൺക്ലൂഷൻ. അപ്പൊ നമ്മൾ സ്പീച്ചിന്റെ ഫോമാറ്റ് പഠിച്ചു. ഇനി ഇത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഒരു സ്പീച്ചിന്റെ ടോപ്പിക് തന്ന, ഒരു സ്പീച്ച് ക്വസ്റ്റ്യനിൽ തന്നാൽ നമുക്ക് ഈ ഒരു ഫോമാറ്റ് വെച്ച് എങ്ങനെ നമുക്ക് എഴുതാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞത് സാലുട്ടേഷൻ ആണ്. നമുക്കറിയാം സ്പീച്ച് എന്ന് പറഞ്ഞാൽ പ്രസംഗം അല്ലെ. ഒരു പ്രസംഗത്തിന് നമുക്കൊരു ടോപ്പിക് ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ പൊല്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ടോപ്പിക്ക് തന്നാലും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സാലുട്ടേഷൻ കൊടുക്കണം. എന്താണ് ആ ഒരു ഫോമാറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ ഫോമാറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് സ്പീച്ച് തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സാലുട്ടേഷൻ. എങ്ങനെയാണ് നമ്മൾ സാലുട്ടേഷൻ? നമുക്കറിയാം അല്ലെ, നമ്മൾ ഒരു പൊതുവേദിയിലാണ്, ശ്രദ്ധിക്കുക മക്കളെ, നമ്മൾ ഒരു പൊതുവേദിയിലാണ് സ്പീച്ച് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സാല്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ പറയാ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അല്ലെ. ഒരു പൊതുവേദിയിലാണെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാല്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് പറയാല്ലേ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. പിന്നെ എന്ത് പറയാ? നമുക്കൊരു ഗുഡ് മോർണിംഗ് കൊടുക്കാം അല്ലെ. എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ആ ഒരു സെന്റൻസിൽ തന്നെ നമുക്ക് നമ്മളൊരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ ബെറ്റർ ആയി അല്ലെ. ഇൻട്രൊഡക്ഷൻ തന്നെ അടിപൊളിയായി അല്ലെ. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ? എ വാം വെൽക്കം ടു ഓൾ, എ വാം വെൽക്കം ടു ഓൾ. അല്ലെങ്കിൽ എന്താ? എ വെരി ഗുഡ് മോർണിംഗ് ടു എവരി വൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും കൊടുക്കാതെ തന്നെ ഇൻട്രൊഡക്ഷൻ ബെറ്റർ ആയി, അടിപൊളിയായി. ഇനി നെക്സ്റ്റ് ഫോമാറ്റ് എന്താ? സോറി, ഇത് കൊടുത്താൽ തന്നെ എന്താണ്? സാലുട്ടേഷൻ ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ഫോമാറ്റ് എന്താ? ഇൻട്രൊഡക്ഷൻ. സാലുട്ടേഷൻ കഴിഞ്ഞാല് ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാല്, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് തുടക്കം കുറിക്കുക. ആദ്യം തന്നെ നമുക്കൊരു ടോപ്പിക് വന്നിട്ട് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വാം വെൽക്കം ടു ഓൾ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപാട് നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഗ്ലോബൽ വാർമിംഗ് ഇങ്ങനെയാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയല്ല വേണ്ടത്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഒരു തുടക്കം കുറിക്കണം. എന്താ നമ്മൾ പറയാ? ഒരു 2-3 അതായത് തുടക്കം കുറിക്കണം. ആ തുടക്കം നമ്മൾ പഠിച്ചു വെക്കാം. അത് നമുക്ക് ഏത് ടോപ്പിക് തന്നാലും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പഠിക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ടിന്റെ കുറച്ച് 2-3 സെന്റൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏത് ടോപ്പിക് തന്നാലും എഴുതാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ ബിക്കോസ് ഐ ഗോട്ട് എ റൈറ്റ് ചാൻസ് ടു സ്പീക്ക് അബൌട്ട് ദിസ് ടോപ്പിക്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ ബിക്കോസ് ഐ ഗോട്ട് എ റൈറ്റ് ചാൻസ് ടു സ്പീക്ക് അബൌട്ട് ദിസ് ടോപ്പിക്. എന്താണ്? അതെന്തിനാ നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നത്? എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്, ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എന്താണ് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് നമ്മൾ അങ്ങനെ പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഓൾ ബിക്കോസ് ഐ ഗോട്ട് റൈറ്റ് ചാൻസ് ടു സ്പീക്ക് അബൌട്ട് ദിസ് ടോപ്പിക്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഐ എം വെരി ഹാപ്പി ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഇൻ ദിസ് മൊമെന്റ്. ഐ എം വെരി ഹാപ്പി ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഇൻ ദിസ് മൊമെന്റ്. ഞാൻ വളരെ സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു മൊമെന്റ്, ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനെ ഒരു ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഇതും പറയാം, അല്ലെങ്കിൽ നേരത്തേതും പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് യു ഫോർ ഓൾ ബിക്കോസ് ഐ ഗോട്ട് എ റൈറ്റ് ചാൻസ് ടു സ്പീക്ക് അബൌട്ട് ദിസ് ടോപ്പിക്. ഇത് രണ്ടിൽ ഏത് പഠിച്ചു വെച്ചാലും നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് അത് ഇൻട്രൊഡക്ഷൻ ആണ്. അത് കഴിഞ്ഞ് അങ്ങനെയും പറയാം. ഇനി വേറെ രീതിയിലും പറയാം. പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊന്ന്
കൂടുതൽ ലെങ്ത് കൂട്ടാനും നമ്മളൊരു ഇംപ്രഷൻ ഉണ്ടാക്കാനും കുറച്ചുകൂടെ സെന്റൻസുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താ പറയാ, ദിസ് മൊമെന്റ് ഈസ് വാല്യുബിൾ ഫോർ മീ. ഇത് ഈ ഒരു നിമിഷം എനിക്ക് ഭയങ്കര വാല്യുബിൾ ആയി മൂല്യമുള്ളതാണ്. ദിസ് മൊമെന്റ് ഈസ് വാല്യുബിൾ ഫോർ മീ. അതും പഠിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ പേപ്പർ നോക്കുന്ന ആക്കന്നെ ആ ഒരു സ്പീച്ചിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നതിന് മുന്നേ ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ അത് അത്യാവശ്യം നല്ല ഒരു രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു എന്താണ് ഇംപ്രഷൻ അവരിൽ ഉണ്ടാവും. ഐ കൺസിഡർ ദിസ് ആസ് മൈ പ്രിവിലേജ്. ഞാൻ ഇതെന്റെ പ്രിവിലേജ് ആയി കരുതുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഞാൻ എന്റെ പ്രിവിലേജ് ആയി കരുതുന്നു. ഐ കൺസിഡർ ദിസ് ആസ് മൈ പ്രിവിലേജ്. അങ്ങനെ നമുക്ക് പറയാം, ഐ കൺസിഡർ ദിസ് ആസ് മൈ പ്രിവിലേജ്. ഇതെന്റെ പ്രിവിലേജ് ആയിട്ട് ഞാൻ കരുതുന്നു. ഐ കൺസിഡർ ദിസ് ആസ് മൈ പ്രിവിലേജ്. ഞാൻ ഇതിന്റെ ഒരു പ്രിവിലേജ് ആയിട്ട് കരുതുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നോക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ടോപ്പിക്കിലേക്ക് അങ്ങനെ പതിയെ ടോപ്പിക്കിലേക്ക് വരിക. അങ്ങനെ പറയാം, ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുക. എന്നിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് തന്നിനെങ്കിൽ, അല്ലെങ്കിൽ പൊല്യൂഷനെ പറ്റിയാണ്, അല്ലെങ്കിൽ പൊല്യൂഷനെ പറ്റിയിട്ടാണ് തന്നിനെങ്കിൽ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുക. അതിലിടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് പറയാം. ആസ് യു നോ ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മളോട് ചോദിക്കുക, നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ആസ് യു നോ ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലിടയ്ക്ക് ഇങ്ങനെ പറയാം. പിന്നെ വീണ്ടും ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് അതിനെ അത് എന്താണെന്നൊക്കെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾസ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്ക് എന്താണ് മെയിൻ പോയിന്റ്സിൻ്റെ അടുത്ത്, അത് മെയിൻ ബോഡീൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അപ്പോൾ സാലുറ്റേഷനായി, ഇൻട്രൊഡക്ഷനായി, ദെൻ മെയിൻ പോയിന്റ്സ് ഏതാണോ നിങ്ങൾക്ക് ടോപ്പിക് എന്ന് ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഇനി ലാസ്റ്റ് വൺ എന്താ, കൺക്ലൂഷൻ. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ നോക്കിയേ. ഹാവ് മെനി തിങ്സ് ടു ഡിസ്കസ്. നമുക്ക് ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇങ്ങനെയൊക്കെ പറയാല്ലേ, നമുക്ക് ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഐ ഹാവ് സോ മച്ച് ടു സേ. ഐ ഹാവ് സോ മച്ച് ടു സേ. I have so much to say, but our time is too short. ഇതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്താണ്, കുറച്ച് മാത്രമാണ് അല്ലേ, അങ്ങനെയൊക്കെ പറയാ. പിന്നെ എന്നിട്ട് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലെറ്റ് മീ സ്റ്റോപ്പ് മൈ സ്പീച്ച്. ഞാൻ എൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കട്ടെ. ലെറ്റ് മീ സ്റ്റോപ്പ് മൈ സ്പീച്ച്. ഇങ്ങനെയൊക്കെ പറയാം. ലെറ്റ് മീ സ്റ്റോപ്പ് മൈ സ്പീച്ച്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലെറ്റ് മീ സ്റ്റോപ്പ് മൈ സ്പീച്ച്. ഞാൻ എൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കട്ടെ. പറയാം, താങ്ക് യു ഫോർ ഓൾ. സ്റ്റോപ്പ് മൈ സ്പീച്ച്. താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു ഫോർ ഓൾ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, ലെറ്റ് മീ സ്റ്റോപ്പ് മൈ വേർഡ്സ്. ലെറ്റ് മീ സ്റ്റോപ്പ് മൈ വേർഡ്സ്. താങ്ക് യു ഓൾ. അല്ലെങ്കിൽ എന്നാ, ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്. ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. എന്നിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ, വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്പീച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. നമ്മൾ ഒന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്പീച്ചിന്റെ ഫോമാറ്റ് ആണ്. ഫസ്റ്റ് വൺ സാലുറ്റേഷൻ, ദെൻ സെക്കൻഡ് വൺ ഇൻട്രൊഡക്ഷൻ, തേർഡ് വൺ മെയിൻ പോയിന്റ്സ്, അതാ മെയിൻ ബോഡി, ദെൻ കൺക്ലൂഷൻ. എന്താണ് ഇൻട്രൊഡക്ഷൻ, എന്തൊക്കെയാണ് എഴുതേണ്ടത് നമ്മൾ സാലുറ്റേഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വെരി ഗുഡ് മോർണിംഗ് ടു എവരി വൺ, അല്ലെങ്കിൽ എ വാം വെൽക്കം ടു ഓൾ. ഇങ്ങനെയൊക്കെ പറയാം. ദെൻ ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഓൾ ബിക്കോസ് ഐ ഗോട്ട് റൈറ്റ് ചാൻസ് ടു സ്പീക്ക് അബൌട്ട് ദിസ് ടോപ്പിക്. അല്ലെങ്കിൽ എന്താണ്, വെരി ഹാപ്പി ടു സ്പീക്ക് അബൌട്ട് ദിസ് ഫ്യൂ വേർഡ്സ് അബൌട്ട് ദിസ് മൊമെന്റ്. ഐ എം വെരി ഹാപ്പി ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഇൻ ദിസ് മൊമെന്റ് എന്ന് പറയാം. ദെൻ അതൊക്കെ പറഞ്ഞ് നമ്മൾ എന്താണ് മെയിൻ പോയിന്റ്സിലേക്ക് കടക്കാം ഓൺ ദ ടോപ്പിക്. ദെൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ പറയാ, സ്റ്റോപ്പ് മൈ സ്പീച്ച്, താങ്ക് യു ഓൾ, അല്ലെങ്കിൽ ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്, താങ്ക് യു ഓൾ, അല്ലെങ്കിൽ വൺസ് അഗെയിൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് വെക്കുക. ഈ ഒരു ഫോമായിട്ട് നമ്മൾ പഠിക്കുക. അത് പഠിച്ചിട്ട് ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. ഏതാണോ ടോപ്പിക് തന്നെ അത് നമ്മൾ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഫസ്റ്റും ലാസ്റ്റും നമുക്ക് ഓൾറെഡി ഏത് സ്പീച്ചിനും കിട്ടിയിട്ടുണ്ട് അല്ലെ. ഒരു സ്പീച്ച് വന്നാൽ ഫസ്റ്റ് എങ്ങനെ എഴുതാം, ലാസ്റ്റ് എങ്ങനെ എഴുതാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ മിഡിൽ ഭാഗം ഫില്ല് ചെയ്യാനാണ് നമുക്കിനി ആ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു സ്പീച്ച് എഴുതാൻ പറ്റും. നമുക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്